ഇനി മറ്റൊരു പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കുറ്റവാളി തന്നെയെന്ന് EN നന്ദകുമാർ മാതൃഭൂമി ന്യൂസിനോട്. RSS പുസ്തക പ്രസിദ്ധീകരണ വിഭാഗമായ കുരുക്ഷേത്ര മുൻ ജനറൽ മാനേജർ കൂടിയാണ് നന്ദകുമാർ. ഇത് കൂട്ടുകൃഷിയാണ് എന്നും തന്ത്രിക്കും മന്ത്രിക്കും ഒക്കെ പങ്കുണ്ട് എന്നുമാണ് നന്ദകുമാർ ആരോപിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകളിലൊക്കെ തന്നെ ചില വ്യത്യസ്ത സ്വരങ്ങൾ ഉള്ളതായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ നടക്കം വ്യക്തമാകുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം RSSന്റെ പുസ്തക പ്രസിദ്ധീകരണ വിഭാഗത്തിന്റെ മുൻ ചുമതലക്കാരനും RSS സഹയാത്രികനുമായിട്ടുള്ള EN നന്ദകുമാർ ചേരുന്നു. ഈ അറസ്റ്റിനെ എങ്ങനെയാണ് നോക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും ഏത് കുറ്റവാളിയും ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഈ കേസിൽ രാജീവ് കണ്ഠരര് എന്ന് പറയുന്ന തന്ത്രി കുറ്റവാളി തന്നെയാണ്. കാരണം ഇതൊരു കൂട്ടുകൃഷിയാണ് സാധനം. ഇതിനകത്ത് മന്ത്രിക്കും തന്ത്രിക്കും എല്ലാവർക്കും പങ്കുള്ളതാണ്. ഇപ്പോൾ അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ഘാടകൻ ആരായിരുന്നു? അവർ താഴ്മൺ കുടുംബത്തിൽപ്പെട്ടവരാണ്. ഇവരതിന് ശേഷം പ്രചരണം നടത്തുന്നത് എന്താ? ഈ തന്ത്രി എന്ന് പറയുന്ന സാധനം അവിടെ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ്. 1950 ശേഷമാണ് താഴ്മൺ കുടുംബത്തിന് അവിടെ തന്ത്രിസ്ഥാനം കിട്ടുന്നത്. ഇന്ന് മാത്രമല്ല, ഏത് ക്ഷേത്രത്തിലെ തന്ത്രിയാണ് അവിടെ പുറപ്പെടാ തന്ത്രിയായിട്ടിരിക്കുന്നത്? അത് ശബരിമലയിൽ മാത്രമാണ്. അതിന് കാരണം അവിഹിതമായിട്ട് രീതിയിലുള്ള ധനസമ്പാദനമാണ്. ഈ പറയുന്ന താഴ്മൺ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. അത് ഒരിക്കലും ഹൈന്ദവ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടില്ല, കോടിക്കണക്കിന് ഉറുപ്പിക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് മാത്രമല്ല, ഇദ്ദേഹം തന്നെ ഈ രാജീവ് കണ്ഠരര് പറഞ്ഞത് ഞാൻ അടുത്തിടയ്ക്കാണ് ഈ പോറ്റിയെ പരിചയപ്പെട്ടതെന്നാണ്. 21 വർഷം മുമ്പ് ഇയാൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. എനിക്കറിയാലോ കൃത്യമായിട്ട്. 2004 ആദ്യമായിട്ട് പോറ്റിയെ ഈ പറയുന്ന ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത് താഴ്മൺ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. ശബരിമലയോട് യാതൊരു താല്പര്യവുമില്ലാത്തൊരു കുടുംബം തന്നെയാണ് ഈ താഴ്മൺ കുടുംബം എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഭഗവാന്റെ തിരുനാളായിരിക്കുന്ന ഉത്തരം നാളിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് മന്ത്രിക്കാണോ പങ്ക് തന്ത്രിക്കാണോ പങ്ക് എന്നുള്ള പ്രശ്നമല്ല. മന്ത്രിക്കും തന്ത്രിക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിനെ സംബന്ധിക്കുന്ന കൃത്യമായിട്ട് രേഖകൾ പുറത്തുവിടണം. ഹൈന്ദവ സമൂഹത്തെ വൈകാരികമായി ബാധിക്കുന്ന ഒരു സംഭവമാണോ ഇത്? ഇതൊരിക്കലും ഹൈന്ദവ സമൂഹത്തെ വൈകാരികമായിട്ട് ബാധിക്കില്ല. അത് സാധാരണ കള്ളന്മാരെല്ലാവരും പറയുന്ന വാക്കുകളാണ്. മോഷ്ടാക്കളായിരിക്കുന്ന ആളുകളും മോഷണത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മതത്തെ ഇടിക്കുന്ന ഈ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണി ഉണ്ട്. അതേപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് ഒരു തങ്ങളിക്കൽ ഹെജിമണിയുണ്ട്. ഈ രണ്ട് ഹെജിമണികളും കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വളരെ തടസ്സമാണ്. അതിനകത്ത് ആരൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അവരെല്ലാവരും കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി തടസ്സം നിൽക്കുന്നവരാണെന്നാണ് എന്നെപ്പോലുള്ള ആളുകൾ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എന്തായാലും തന്ത്രിക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. ക്യാമറാമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.